നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസി ലോകത്തു നിന്നും ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 20 വയസ്സുകാരനെ ചുട്ടരിച്ചു കൊന്ന 2 പേർ അറസ്റ്റിലായിരിക്കുകയാണ്. ഇതോടുകൂടി നടക്കുന്നത് 197-ാം കൊലപാതകമെന്നാണ് പറയപ്പെടുന്നത്. സുരക്ഷയില്ലാതെ പ്രവാസ ലോകം പോകുമ്പോൾ നമ്മുടെ പ്രവാസികൾ വളരെ ആശങ്കയിലാണ്. വാർത്തയിലേക്ക്. ഡാലസ് ഇന്റർസ്റ്റേറ്റ് 45-ൽ ഈസ്റ്റ് ഒക്ലിഫിന് സമീപമുള്ള ഒഴിഞ്ഞ ഫീൽഡിൽ കത്തിക്കരിഞ്ഞ നിലയിൽ 20-കാരന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു പോലീസ് മൃതദേഹം ഫീൽഡിൽ നിന്നും കണ്ടെടുത്തത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഡിസംബർ 18-ന് അറസ്റ്റ് ചെയ്ത ലെക്വിൻ ഗ്രാൻഡ്, ടിവർ ജോൺസൺ എന്നിവർക്കെതിരെ ക്യാപിറ്റൽ മർഡറിന് കേസെടുത്തിട്ടുമുണ്ട്. മൃതദേഹം തിരിച്ചറിയാനാവാത്ത വിധം കത്തിക്കരിഞ്ഞതായും എന്നാൽ വിശദമായ പരിശോധനയിലാണ് കൊല്ലപ്പെട്ടത് 20 വയസ്സുകാരനെന്ന് കണ്ടെത്തിയതെന്നും പോലീസ് പറയുകയുണ്ടായി. കൊല്ലപ്പെട്ട വ്യക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുമില്ല. കൊലപാതകത്തിന് ഇവരെ പ്രേരിപ്പിച്ചതെന്താണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കമ്പിളിയിൽ പൊതിഞ്ഞാണ് മൃതദേഹത്തിന് തീ കൊളുത്തിയതെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 2019-ൽ ഡാലസിൽ മാത്രം നടക്കുന്ന 197-ാം കൊലപാതകമാണിത്. 2007-ന് ശേഷം ഇത്രയും പേർ കൊല്ലപ്പെടുന്നത് ആദ്യമായിട്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് സിറ്റി മേയർ എറിക് ജോൺസൺ സിറ്റി മാനേജരോട് ആവശ്യപ്പെടുകയുണ്ടായി. പ്രവാസ ലോകം സുരക്ഷിതത്വമില്ലാതെ മാറുന്ന കാഴ്ചയാണ് കാണപ്പെടുന്നത്. ഇതിനുമുമ്പ് പ്രവാസി യുവതി, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി കാറിനുള്ളിൽ അതിദാരുണമായ പീഡനത്തിന് ഇരയായ ശേഷം കൊല്ലപ്പെട്ട കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. ഇത്തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ ആശങ്കയാണ് പ്രവാസികൾക്ക് നേരിടേണ്ടി വരുന്നത്. ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.